ഹായ് നമസ്കാരം. അപ്പോഴേ നല്ല അടിപൊളി നല്ല അടിപൊളി മലയും കുന്നും അതുപോലെ നല്ല മഴയ്ക്കുള്ള ചാൻസും. അപ്പൊ ഞാൻ രാവിലെ നമ്മള് ബാംഗ്ലൂർ ടു മൈസൂർ നാഷണൽ ഹൈവേ വഴി ഒരു ചെറിയ മീറ്റിംഗ് കൊണ്ടിരിക്കുക. അപ്പൊ പിന്നെ എന്ന് വെച്ച് ഉള്ള ഒരു പരിപാടിയിൽ ഇപ്പൊ അങ്ങ് വീഡിയോ എടുത്താം. നമ്മുടെ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ വേക്കൻസി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കാരണം ഇതിനു മുമ്പ് ഞാൻ എന്റെ പഴയ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഈ വീഡിയോ ഇട്ട് നമുക്ക് നല്ല റീച്ച് ആയിരുന്നു. കാരണം അത്യാവശ്യം ആൾക്കാർ നമ്മൾ കോൺടാക്ട് ചെയ്യുകയും റെസ്യൂമും കാര്യങ്ങളൊക്കെ അയച്ചു തരുകയും ചെയ്യും. അതിനകത്ത് കുറെ ആൾക്കാർക്ക് നമ്മൾ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, കാരണം ഈ കഴിഞ്ഞ ചെയ്ത വീഡിയോയ്ക്ക് അധികം റീച്ച് കുറവായിരുന്നു. കാരണം നമ്മൾ പുതിയ ചാനലാണ്, രണ്ടാമത്തെ വീഡിയോ ആയിരുന്നു. അപ്പൊ അധികം ആൾക്കാരിലേക്ക് എത്താനായിട്ട് അത് സമയമെടുക്കും. അപ്പൊ പിന്നെ വിചാരിച്ച് അതിന്റെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ കൂടെ ചെയ്യാന്ന് വെച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ ചെയ്തത്. അപ്പൊ നമുക്കിപ്പോ നിലവില് ഈ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ കുറച്ച് വേക്കൻസീസും കൂടെ ഉണ്ട്. അതുപോലെ തന്നെ ഈ സേഫ്റ്റി ഓഫീസർ, പിന്നെ അതുപോലെ തന്നെ പ്രൊജക്ട് എഞ്ചിനീയേഴ്സ്, സൂപ്പർവൈസേഴ്സ്, ഇവരുടെ വേക്കൻസീസ് നമുക്ക് കിടപ്പുണ്ട്. ഈ പ്രൊജക്ട് എഞ്ചിനീയർ സൂപ്പർവൈസർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റം. അതിപ്പോ എന്റെ കമ്പനിയിലേക്ക് നമുക്ക് വേക്കൻസി ഉണ്ട്. എന്റെ കമ്പനിയുടെ ഡീറ്റെയിൽസും കൂടെ ഞാൻ പറയാം. അതായത് സേഫ് ഫയർ സിസ്റ്റംസ് എന്നാണ് കമ്പനിയുടെ പേര്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമ്മുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് കിട്ടും. പിന്നെ അതേപോലെ നമ്മുടെ നേച്ചർ ഓഫ് വർക്ക് എന്ന് പറയുന്നത് ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിന്റെ ഇൻസ്റ്റാളേഷൻ, അതിന്റെ മെയിൻ്റെനൻസ്, അതായത് നമുക്ക് സ്പ്രിംഗ്ലർ, ഹൈഡ്രന്റ്, ഫയർ അലാറം സിസ്റ്റം, ഫയർ സപ്രഷൻ സിസ്റ്റം, പബ്ലിക് അനൗൺസ്മെന്റ് സിസ്റ്റം, കിച്ചൺ ഫുഡ് സപ്രഷൻ സിസ്റ്റം, ഇലക്ട്രിക്കൽ പാനൽ സപ്രഷൻ സിസ്റ്റം, ഫയർ എക്സ്റ്റിങ്യൂഷർ, അതായത് ഫയർ റിലേറ്റഡ് ആയിട്ടുള്ള ടു സെഡ് വർക്കുകളും നമ്മൾ ചെയ്യുന്നതാണ്. അതിന്റെ പ്രൊജക്ട് വർക്ക് ഉണ്ട്, AMC ആനുവൽ മെയിൻ്റെനൻസ് കോൺട്രാക്ട് ഉണ്ട്. അപ്പൊ ഈ വർക്കിലൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തു നമുക്ക് നല്ല സാലറി പാക്കേജ് നമുക്ക് ജോലി കൊടുക്കാവുന്നതാണ്. ബാംഗ്ലൂരിലാണ് ലൊക്കേഷൻ. ഓക്കെ. പിന്നെ എന്താ പറയുന്ന ഈ ഫയർ ആൻഡ് സേഫ്റ്റി പഠിച്ച ആൾക്കാരും ഉണ്ടെന്നുണ്ടെങ്കിൽ കാരണം നല്ല 2-3 വേക്കൻസീസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഓൾറെഡി പോയി. കാരണം അത് ഓൾറെഡി വേറെ ആൾക്കാർ ജോയിൻ ചെയ്ത് അത്യാവശ്യം നല്ല സാലറി പാക്കേജ് ഉള്ള ഒരു ഓഫറായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞു പോയി. വീണ്ടും വേറെ ഉണ്ട്. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതായത് ഫ്രഷേഴ്സ് നമുക്ക് ഇപ്പൊ എന്തായാലും ചാൻസ് ഇല്ല, വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയിക്കുകയും ചെയ്യും. അപ്പൊ ഈ ഒരു കാര്യം പറയാനായിട്ടാണ് നമ്മളിപ്പോ ഇന്ന് വീഡിയോ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഞാനും ഇപ്പൊ രാവിലെ മൈസൂരിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മൈസൂർ ഒരു ചെറിയൊരു സൈറ്റിന്റെ മീറ്റിംഗ് ഉണ്ട്. ഇപ്പൊ രാവിലെ ഒരു 10-11 മണിയാകുമ്പോഴത്തേക്ക് എനിക്ക് അവിടെ എത്താം. അപ്പൊ ഇങ്ങനെ ബാംഗ്ലൂർ മൈസൂർ നാഷണൽ ഹൈവേയിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിചാരിച്ചു ഒരു ചെറിയ വീഡിയോ ചെയ്ത്. കാരണം ഇപ്പൊ അത്യാവശ്യം നമുക്ക് ഈ ഒരു 10 പേർക്ക് ഒരു ജോലി സെറ്റായി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കടയിൽ നാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഫയർ ആൻഡ് സേഫ്റ്റി പഠിച്ചിട്ട് ചുമ്മാ നിൽക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ പ്രയോജനപ്പെടട്ടെ എന്ന് കരുതിയിട്ട് നമുക്ക് ചെയ്തേ ഉള്ളൂ. നമ്മളപ്പം നമ്മുടെ സൈറ്റിലെത്തി. സൈറ്റ് ഏകദേശം എത്തിയെന്ന് വെച്ചാൽ ഒരു 2 സെക്കൻഡ് അപ്പുറത്താണ്. ഈ കാണുന്നതല്ല, ഇതിനപ്പുറത്ത് നമുക്കൊരു ബിൽഡിങ്ങിന്റെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പം കണ്ടോണം. അതായത് ഒരു അധികം വലിയ പ്രോജക്റ്റ് അല്ല, ചെറിയ പ്രോജക്റ്റാണ്. ആക്ച്വലി നമുക്ക് ഇവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് നമുക്ക് സപ്രഷൻ സിസ്റ്റത്തിന്റെ വർക്കാണ്. അതായത് കിച്ചൺ വുഡ് സപ്രഷന്റെ വർക്കുകളാണ്. ഈ കാണുന്ന ഈ വെയർ ഹൗസ് മാതിരി ഇത് കാണുന്നുണ്ടോ? അപ്പം ഇതിനകത്താണ് വർക്ക്. ഓക്കെ. അപ്പോൾ നമ്മൾ രാവിലെ പോയി മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് ഇവിടുത്തെ വർക്ക് ഇനി കൺഫേം ചെയ്യണം. ഓൾറെഡി കൺഫേം ആയി, ജസ്റ്റ് ഒരു ഫൈനലൈസേഷൻ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ്. ഓക്കെ. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. കാരണം ഒരുപാട് ആൾക്കാർക്ക് ഈ ജോലി സംബന്ധമായ ജോലിയൊക്കെ ഇല്ല, ചുമ്മാ നിൽക്കുന്ന ആൾക്കാർ ഒരുപാട് പേര് കാണും. അപ്പോൾ അവർക്കൊക്കെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവട്ടെ. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ദയവേത് നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം മറക്കരുത്. അപ്പം പുതിയൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണും വരെ ഓക്കെ.